രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇത് സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലാണോ? എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഒട്ടേറെ ആവശ്യങ്ങൾ ലേബർ കോഡ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടല്ലോ, പിൻവലിക്കണമെന്നതുൾപ്പെടെ. അനുജ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക്, പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ 24 മണിക്കൂർ പൊതുപണിമുടക്കിനാണ് രാജ്യത്തെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 30 കോടിയോളം തൊഴിലാളികൾ വിവിധ മേഖലകളിലായി പണിമുടക്കും എന്നാണ് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഈ പൊതുപണിമുടക്കിന് കർഷക സംഘടനകൾ, രാജ്യത്തെ 500ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സംഘടനയായ സംയുക്ത കിസാൻ മോർച്ചയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് US-മായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നിലപാടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംയുക്ത കിസാൻ മോർച്ചയും ഒപ്പം തന്നെ കർഷക തൊഴിലാളി സംഘടനകളും ഈ ഒരു പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ മേഖലകൾ ഈ പൊതുപണിമുടക്കിൽ സ്തംഭിക്കും എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. പ്രധാനമായും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ബാങ്കിംഗ്, ഇൻഷുറൻസ് അടക്കമുള്ള മേഖലകളിലെ തൊഴിലാളികളും ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമാകും. പ്രതിരോധ ഫാക്ടറികൾ അടക്കം നിശ്ചലമാകും എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. മോട്ടോർ ടാക്സി തൊഴിലാളികളുടെ സംഘടനകളും പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BMS ഒഴികെയുള്ള രാജ്യത്തെ മറ്റ് എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു പൊതുപണിമുടക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിശ്ചലമാകും എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ചർച്ചയ്ക്ക് തൊഴിലാളി സംഘടനകൾ തയ്യാറാകണമെന്ന ആവശ്യമാണ് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 10 ട്രേഡ് യൂണിയനുകളാണ് ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഏതാണ്ട് എല്ലാ മേഖലകളും സ്തംഭിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.